Hi everybody, MDC semester 3rd. Paper name is Understanding Kerala, Science, Culture and Literature. So today in this paper we are going to discuss the chapter An Introduction to Kerala State Council for Science, Technology and Environment. So ചുരുക്കി പറഞ്ഞാൽ KSCSTE എന്താണ് ഇത്? അതായത് KSSTE എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഒക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും അതിൻ്റെ ഒരു പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടും അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലാണ്. സോ എന്താണ് ഇത്? കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എപ്പോഴാണ്, എന്നാണ് അത് ഫോം ചെയ്തത്, എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ കൂടുതൽ പറയുന്നില്ല, നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. Okay, now let's discuss the chapter, the sum-up version of the chapter. First of all, about KSCSTE. KSCSTE is an autonomous body under the government of Kerala formed in November 2002. അതായത് 2002 നവംബറിൽ ഫോം ചെയ്ത, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഫോം ചെയ്ത ഒരു ഓട്ടോണോമസ് ബോഡിയാണ് ഈ പറയുന്ന KSCSTE എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിൽ. ഈ S&T എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്, സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിൽ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആരംഭിക്കുന്ന ആദ്യത്തെ സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിലായിരുന്നു ഇത് എന്ന് പറയുകയാണ്. ക്രിയേറ്റഡ് ബൈ മേർജിങ് ഏർലിയർ R&D സെൻറ്റേഴ്സ് ഓഫ് STEC. അതായത് ഈ R&D എന്ന് ഉദ്ദേശിക്കുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സാണ്. സോ STECയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, മുൻപേ ഉള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, അപ്പോൾ അതുമായിട്ടൊക്കെ മെർജ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ആരംഭിക്കുന്ന ആദ്യത്തെ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിൽ, ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിലായിരുന്നു ഈ പറയുന്ന KSCSTE എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെയിൻ എയിം എന്താണ്? ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ടു ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ത്രൂ സയൻസ് ആൻഡ് ടെക്നോളജി. അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയിലൂടെ ഒരു സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യ ചാലകം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ KSCSTE എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. എന്തിലൂടെ? ത്രൂ സയൻസ് ആൻഡ് ടെക്നോളജി. ഫങ്ഷൻസ് ആൻഡ് ഗോൾസ്: promotes programs to increase scientific knowledge and support policy making for sustainable development. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ, ഗോൾ ഇതൊക്കെ നോക്കുമ്പോൾ എന്താണ്? പ്രൊമോട്ട്സ് പ്രോഗ്രാംസ് ടു ഇൻക്രീസ് സയൻറ്റിഫിക് നോളേജ്. അപ്പോൾ സയൻറ്റിഫിക് നോളേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സപ്പോർട്ട് പോളിസി മേക്കിംഗ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരു നല്ലൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സയൻറ്റിഫിക് നോളജിലൂടെ നല്ലൊരു സൊസൈറ്റിയൊക്കെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. പ്രിപ്പയേഴ്സ് എ റോഡ് മാപ്പ് ഫോർ ഡെവലപ്മെൻറ്റ് ത്രൂ റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ. അതായത് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക, എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. എന്തിലൂടെ? ത്രൂ റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ. അപ്പോൾ ഒത്തിരി റിസർച്ചിലൂടെയും ഇന്നൊവേഷനിലൂടെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഫങ്ഷൻ. ഇതിൻ്റെ മേജർ ഗോൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എക്സലൻസ് ഇൻ ബേസിക് റിസർച്ച്. അപ്പോൾ നല്ല ഈ റിസർച്ചിനൊക്കെ പറ്റിയൊരു സെൻറ്ററാണ് എക്സലൻസ് ഇൻ ബേസിക് റിസർച്ച്. അപ്പോൾ ഒരു ബേസിക് റിസർച്ചിന് എക്സലൻ്റ് ആയിട്ടുള്ളൊരു ആയിരുന്നു ഇത് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അക്കാഡമിയ ഇൻഡസ്ട്രി കൊളാബറേഷൻ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഗോൾ എന്ന് പറയുന്നത് അക്കാഡമിയ ഇൻഡസ്ട്രി കൊളാബറേഷനാണ്. മൂന്നാമത്തെ ഗോൾ ബിൽഡിംഗ് സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, ഉണ്ടാക്കുക എന്നുള്ളത്. ഇംപ്രൂവിങ് സയൻസ് എഡ്യൂക്കേഷൻ ഇൻ കേരള. അതിനൊക്കെ ഉപരി കേരളത്തിൽ സയൻസ് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഗോൾസ് എന്ന് പറയുന്നത്. R&D സെൻറ്റേഴ്സ് അണ്ടർ
KSCSTE. ഇനി KSCSTEയുടെ അണ്ടറിലുള്ള R&D, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൊത്തം 7 എണ്ണമാണുള്ളത്. ഒന്ന് CWRDM, അതായത് സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് രണ്ടാമത്തെ സെൻറ്റർ JNTBGRI, അതിൻ്റെ ഫുള്ളാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. മൂന്നാമത്തത് KFRI, അതായത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ദെൻ KSOM, അതായത് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്. ദെൻ MBGIPS, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസസ്. നെക്സ്റ്റ് NATPAC, അതായത് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻറ്റർ. ദെൻ SRIBS, അതായത് ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബേസിക് സയൻസസ്. അപ്പോൾ ഇത്രയുമാണ് ഈ പറയുന്ന 7 സെൻറ്റേഴ്സ്, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് KSCTE runs nearly 40 schemes, programs to promote and popularize science in Kerala. സോ ഈ പറയുന്ന KSCSTE ഏകദേശം 40ഓളം സ്കീമുകൾ, പ്രോഗ്രാംസുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തിന്? ഫോർ ദ പോപ്പുലറൈസേഷൻ ഓഫ് സയൻസ് ഇൻ കേരള. അപ്പോൾ കേരളത്തിൽ സയൻസ് അതിൻ്റെ ഒരു പോപ്പുലറൈസേഷന് വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു പ്രചാരണം, അതിൻ്റെ ഒരു ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് ഏകദേശം 40ൻ്റെ അടുത്ത് പരിപാടികൾ, സ്കീംസുകളും പ്രോഗ്രാംസുകളൊക്കെ ഇവർ റൺ ചെയ്യുന്നുണ്ട് നിലവിൽ എന്ന് പറയുകയാണ്. ദീസ് പ്രോഗ്രാംസ് അഡ്രസ്സസ് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റൽ നീഡ്സ് ആൻഡ് സോഷ്യൽ ഡിമാൻഡ്സ്. അപ്പോൾ ഇത്തരം പ്രോഗ്രാംസുകൾ എന്ന് പറയുന്നത് ദേ അഡ്രസ്സസ് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റൽ നീഡ്സ്, സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റൽ നീഡ്സും അതുപോലെ തന്നെ സോഷ്യൽ ഡിമാൻഡുകളൊക്കെ അർഹിക്കുന്നവയാണ്. ദെൻ ഈച്ച് സ്കീം ഫോളോസ് സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ്, ടേംസ്, കണ്ടീഷൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി നോംസ്. ഓരോ സ്കീമും ഓരോ പ്രോഗ്രാമും അതിൻ്റേതായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്, ടേംസ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദെൻ സ്കീം മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് സ്കീം മാനേജ്മെൻറ്റ്? ആൻ എക്സ്പേർട്ട് എക്സ്റ്റേണൽ കമ്മിറ്റി. അപ്പോൾ ഇതിനൊരു എക്സ്പേർട്ടായിട്ടുള്ള എക്സ്റ്റേണൽ കമ്മിറ്റി ഉണ്ട് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ സ്ക്രീൻസ് പ്രപ്പോസൽസൊക്കെ അവർ സ്ക്രീൻ ചെയ്യും. അതുപോലെ തന്നെ റിജക്ട്സ് ലോ ക്വാളിറ്റി പ്രൊജക്റ്റുകൾ വല്ലത് വന്നിട്ടുണ്ടെങ്കിൽ റിസ്ക് എടുത്ത് അത് ചെയ്യാൻ നിൽക്കില്ല, അത് ഒഴിവാക്കും. അതുപോലെ തന്നെ റെക്കമെൻഡ്സ് ഫണ്ടിങ്, ഇതിന് ആവശ്യമായുള്ള ഫണ്ടിങ്ങിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ റിവ്യൂസ് പ്രോഗ്രസ് പീരിയോഡിക്കലി, ഇതിൻ്റെ ഒരു പ്രോഗ്രസ്, ഗ്രൗത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു പ്രോഗ്രസ് എന്താണെന്നുള്ളത് പീരിയോഡിക്കലി അതെന്ത് ചെയ്യും, അതിൻ്റെ ഒരു റിവ്യൂ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും. കമ്മിറ്റീസ് ആർ ഫോംഡ് ബൈ ദ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റ്. അപ്പോൾ ഈ കമ്മിറ്റീസ് ആർ ഫോംഡ് ബൈ, കമ്മിറ്റി ഉണ്ടാക്കുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റ് ആണ്. ആൻഡ് ഹു ഈസ് ആൾസോ ദ ചെയർമാൻ ഓഫ് ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അദ്ദേഹമായിരിക്കും ഈ ഒരു കമ്മിറ്റിയിലുള്ള ചെയർമാൻ എന്ന് പറയുന്നതും. ദെൻ യൂണിഫോം ഗൈഡ് ലൈൻസ് 2019 ഓർഡർ, 2019 ഓർഡർ പ്രകാരമുള്ള യൂണിഫോം ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് ഇതിൻ്റെ നോക്കാം. ഇൻ 2019 KSCSTE ഇൻട്രൊഡ്യൂസ്ഡ് യൂണിഫോം ഗൈഡ് ലൈൻസ് ഫോർ ഓൾ സ്കീംസ്. എല്ലാ സ്കീമുകൾക്കും ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു ഗൈഡ് ലൈൻ അവതരിപ്പിക്കപ്പെട്ടു 2019. ഓൺലൈൻ ആപ്ലിക്കേഷൻസ്, കോമൺ റൂൾസ്, സ്റ്റാൻഡർഡൈസ്ഡ് ഫണ്ടിങ് ആൻഡ് യൂണിഫോം പ്രൊസീജിയേഴ്സ് വെർ അഡോപ്റ്റഡ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ കോമൺ റൂൾസ്, സ്റ്റാൻഡർഡൈസ്ഡ് ഫണ്ടിങ്, അതുപോലെ തന്നെ യൂണിഫോം പ്രൊസീജിയേഴ്സ് തുടങ്ങിയവയൊക്കെ സ്വീകരിച്ചു. This ensured better governance, accountability, transparency and easier operation of schemes. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിന് കൂടുതൽ സുഖകരമാക്കി എന്ന് പറയുകയാണ്. ഒരു ബെറ്റർ ഗവേണൻസും അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും ഒരു സുതാര്യതയും ഒക്കെ ഈ ഒരു സെൻറ്ററിന് അല്ലെങ്കിൽ ഈ ഒരു സ്കീമിന്, ഇവരുടെ പ്രോഗ്രാംസിന് ഒക്കെ വന്നു തുടങ്ങി. പവേഴ്സ് ഓഫ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റ്. നേരത്തെ പറഞ്ഞ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റിൻ്റെ പവറുകൾ എന്തൊക്കെയാണ് നോക്കാം. മേക്ക് ചേഞ്ചസ് ഓർ ഇംപ്രൂവ്മെൻറ്റ്സ് ടു സ്കീംസ്. അപ്പോൾ അവരുടെ പ്രോഗ്രാംസിന്, സ്കീംസിന് ആവശ്യമായിട്ടുള്ള ചേഞ്ചുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഒക്കെ വരുത്തുക. അതുപോലെ തന്നെ സ്റ്റാർട്ട് ന്യൂ സ്കീംസ്, പുതിയ സ്കീമുകൾ തുടങ്ങുക. അതല്ലെങ്കിൽ വിത്ഡ്രോ എക്സിസ്റ്റിംഗ് വൺസ്, ആൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും സ്കീം അത് വിട്ട് കളയേണ്ടതാണ് എങ്കിൽ അത് വിട്ട് കളയുക, വിത്ഡ്രോ ചെയ്യുക. ദെൻ മോഡിഫൈ ഫണ്ടിങ് ഓർ ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ്, അതായത് ഇതിൻ്റെ ഫണ്ടിങ്
കാര്യങ്ങൾ ചെയ്യുക, ശരിയാക്കുക, അതിൻ്റെ ഫണ്ട്, അതുപോലെ തന്നെ ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ്, ഒരു സ്കീം, ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ്, മറ്റു കാര്യങ്ങളും അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് തയ്യാറാക്കുക. അതുപോലെ തന്നെ ആക്ട് ആസ് ഫൈനൽ അപ്പല്ലറ്റ് അതോറിറ്റി ഇൻ ഡിസ്പ്യൂട്ട്സ്. അതായത് ഇതൊരു ഫൈനൽ, അതായത് ഈ പറയുന്ന എന്ത് തർക്കങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് തർക്കങ്ങളുടെയും ഒരു അന്തിമ അപ്പീൽ എന്ന് പറയുന്നത് ഈ പറയുന്ന EVP അതല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. ദെൻ ചുരുക്കി പറയുകയാണെങ്കിൽ, ഇൻ ഷോർട്ട്, KSCSTE ഈസ് കേരളാസ് മെയിൻ സയൻസ് കൗൺസിൽ. അപ്പോൾ കേരളത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള സയൻസ് കൗൺസിലാണിത്. ഫോംഡ് ഇൻ 2002, 2002 ഇത് ഫോം ചെയ്യുന്നത്. റണ്ണിങ് റിസർച്ച് സെൻറ്റേഴ്സ്, ഒത്തിരി റിസർച്ച് സെൻറ്റേഴ്സ് ഇതിൻ്റെ അണ്ടറിൽ റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് നിയർലി 40 പ്രോഗ്രാംസ്, ഏകദേശം ഒരു 40ഓളം പരിപാടികൾ, പ്രോഗ്രാംസുകൾ ഇതിൻ്റെ അണ്ടറിൽ നടക്കുന്നുണ്ട്. ഇറ്റ് പ്രൊമോട്ട്സ്, അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊമോട്ട്സ് റിസർച്ച്, ഇന്നൊവേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്നൊവേഷന് വേണ്ടിയിട്ടും റിസർച്ചിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മാനേജസ് സ്കീംസ് ത്രൂ എക്സ്പേർട്ട് റിവ്യൂ. അപ്പോൾ എക്സ്പേർട്സിൻ്റെ റിവ്യൂയിലൂടെ ഈ പരിപാടികളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയും നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ആൻഡ് എൻഷുവേഴ്സ് അക്കൗണ്ടബിലിറ്റി ത്രൂ യൂണിഫോം ഗൈഡ് ലൈൻസ്. യൂണിഫോം ഗൈഡ് ലൈൻസിലൂടെ ഒരു അക്കൗണ്ടബിലിറ്റി, അതിൻ്റെ ഒരു ധാർമ്മികത, അതിൻ്റെ ഒരു ചുമതല, അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ ഉറപ്പ് വരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തു പോകുന്ന ഒരു മെയിൻ സയൻസ് കൗൺസിലാണ് KSCSTE എന്ന് പറയുന്നത്. അപ്പോൾ സയൻസ്, ടെക്നോളജി, എൻവയോൺമെൻറ്റ്, അതിൻ്റെയൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, അതിൻ്റെയൊക്കെ ഒരു ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് നമ്മുടെ വേൾഡിൽ, സൊസൈറ്റിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മെയിൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻ സയൻസ് കൗൺസിൽ പോലെയുള്ള ഇത്തരം സെൻറ്റേഴ്സുകളൊക്കെ തുടങ്ങുന്നത്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നമുക്കറിയാം സയൻസിനും ടെക്നോളജിക്കും നമ്മുടെ വേൾഡിൽ അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്, അല്ലേ? അതിൻ്റേതായൊരു ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് ഉണ്ട്. സോ തീർച്ചയായിട്ടും അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യകത വളരെയധികമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ കേരളത്തിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു കൗൺസിലാണ് ഈ പറയുന്ന KSCSTE എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ സയൻസും അതുപോലെ തന്നെ ടെക്നോളജിയും എൻവയോൺമെൻറ്റിനും ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക, പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഒരു കൗൺസിലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. So students, hope you understood. Anyway, bye all. Thank you.